ഒരു പോലീസ് ഓഫീസറെ പുറത്തു നിന്നുള്ള ചില ഒച്ചപ്പാടുകളുടെ പേരിൽ ചാടിക്കയറി മാറ്റാനൊന്നും പറ്റില്ല സർക്കാരിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ എന്ന ലെഫ്റ്റിൻ്റെ അന്നത്തെ പൊസിഷന് കുറച്ചുകൂടി വാലിഡേഷൻ കിട്ടുകയാണ് ഇപ്പോൾ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതല്ല. ഈ കഥകൾക്ക് ഇപ്പോഴും പഞ്ഞമൊന്നുമില്ലല്ലോ. കഥകൾ ഇങ്ങനെ പ്രചരിക്കുകയാണല്ലോ എന്നത് കാണുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന സന്തോഷവും സന്താപവും ഒരുതരം നിർമ്മമതയാണ് തോന്നുന്നത്. അതിൽ വസ്തുതകൾ ഇപ്പോൾ ഈ നമ്മുടെ ചർച്ചയിൽ തന്നെ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, DG റിപ്പോർട്ട് തിരിച്ചു വിളിച്ചു എന്ന്. റിപ്പോർട്ടിരിക്കുന്നത് DGയുടെയിലാണല്ലോ. അദ്ദേഹം ആദ്യം തിരിച്ചു വിളിക്കുന്നത് അല്ല, DG റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? അല്ല, DG റിപ്പോർട്ട് SITക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ചില ഏരിയാസിൽ DG റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? ഹോം സെക്രട്ടറിക്ക്. അല്ല നിഷാദ്, DG റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? DG റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഹോം സെക്രട്ടറിക്കാണ്. ഹോം സെക്രട്ടറിയാണ് ഹോം മിനിസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഒരു DGയും നേരിട്ട് മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ അധികാരമില്ല. അതാണല്ലോ വ്യവസ്ഥാപിതമായ ഹയറാർക്കി, അങ്ങനെയല്ലേ? അപ്പോൾ ഹോം സെക്രട്ടറിയാണ് മിനിസ്റ്റർക്ക് കൊടുക്കേണ്ടത്. മിനിസ്റ്ററെ സംബന്ധിച്ചോളം രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ രാത്രി എറണാകുളത്താണുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ ഏർലി മോർണിംഗിൽ അദ്ദേഹം ചെന്നൈക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നാളെ രാത്രിയിലോ അല്ലെങ്കിൽ മറ്റന്നാൾ അതിരാവിലെയോ തിരുവനന്തപുരത്തേക്ക് നേരിടെത്തുകയുള്ളൂ, ക്യാബിനറ്റിന് മുമ്പായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സാധനം ഹോം സെക്രട്ടറി വഴി ഇത് മിനിസ്റ്ററുടെ കയ്യിൽ എത്തിയാലും ശരി, അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് വരേണ്ടത്. അത് AGയുടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ റിപ്പോർട്ട് ഇതിന്മേൽ കിട്ടിയതുകൊണ്ട് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ അധികാര സ്ഥാനങ്ങളിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് എമ്പാടും നടന്നിട്ടുണ്ട്. ഇപ്പോൾ IG മധുസൂദൻ്റെ കാലം വരെയൊന്നും പോകണ്ട. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് എങ്ങോട്ടാണ് മാറ്റുന്നത്? ഒറ്റപ്പാലത്തെ കേരള സെറാമിക്സിൻ്റെ MD ആയിട്ട്. അന്ന് ഒരുപാട് ചർച്ച ചെയ്തതാണല്ലോ ന്യൂസ് ചാനലുകളെല്ലാം. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തയാളാണ്. അപ്പോൾ അത് അന്ന് ഗവൺമെൻറ്റിന് ചെയ്യുന്നതിൽ അനീതിയുണ്ട് എന്ന് പറയുന്ന അതേ ആൾക്കാർ തന്നെയാണ് ഇന്ന് പറയുന്നത് എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു അപ്രധാന സ്ഥാനത്തേക്ക് മാറ്റിക്കൂടാ എന്ന് ഇന്ന് എടുത്ത് ചോദിക്കുകയാണ് ഇങ്ങോട്ട്. അന്ന് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചവരാണ് ഇത്തരം വിമർശകരെല്ലാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അജിത് കുമാറിന്റെ കാര്യത്തിൽ അന്നും ഈ ചോദ്യം ഉണ്ടായിരുന്നു. അജിത് കുമാറിന്റെ കാര്യത്തിൽ അന്നും ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, അതായത് അന്ന് സർക്കാരിന് ഇഷ്ടമില്ലാത്ത ജേക്കബ് തോമസിനെ സർക്കാരിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജേക്കബ് തോമസിനെ ഷൊർണൂരിലെ ഇരുമ്പ് കമ്പനിയിലേക്ക് മാറ്റി. അതുപോലെ എന്തുകൊണ്ട് അജിത് കുമാറിനെ മാറ്റിയില്ല എന്ന് അന്നത്തെ ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറഞ്ഞില്ല. അതെ, ഇല്ല. അല്ല, ഞാൻ ഈ ജേക്കബ് തോമസിനെ മാറ്റിയതിൻ്റെ കാര്യത്തിൽ ബലം പിടിച്ചു നിന്ന ആൾക്കാരൊക്കെ തന്നെ ഇപ്പം ചോദിക്കുകയാണ് എന്തുകൊണ്ട് അജിത് കുമാറിനെ അത്ര ഒരു പദവിയിലേക്ക് ഇപ്പം മാറ്റുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. അല്ല, അന്ന് ഞാൻ പറഞ്ഞത് അന്നും പറഞ്ഞിരുന്നു. അല്ല, ഞാൻ വീണ്ടും ക്ലാരിറ്റി എടുത്തിയാണ് അതിനകത്ത്. അന്ന് ജേക്കബ് തോമസിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ ഈ അജിത് കുമാറിനെ എന്തുകൊണ്ട് ഇരുമ്പ് കമ്പനിയിലേക്ക് മാറ്റുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചവർ തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാരിനോട് അതേ ചോദ്യം ചോദിക്കുന്നത്. അന്ന് പക്ഷേ ജേക്കബ് തോമസിനെ മാറ്റൂ, അജിത് കുമാറിനെ ദത്താത്രേയ ഹോസ്പിറ്റലിലെ കണ്ടതിൻ്റെ പേരിൽ ഇരുമ്പ് കമ്പനിയിലേക്ക് മാറ്റാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച ആളുടെ പേരാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയൻ എടുത്ത നിലപാട് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നില്ല എന്നത് കൂടി കാണേണ്ടതുണ്ടല്ലോ. അല്ല, പിണറായി വിജയനെ വിട്ടേക്കൂ. ഇന്നിപ്പോൾ VD സതീശൻ്റെ ക്യാബിനറ്റിൽ പിന്നെ രമേശ് ചെന്നിത്തലയല്ലേ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി VD സതീശനുമാണല്ലോ. പിണറായി വിജയനെ വിട്ടേക്കൂ. അദ്ദേഹം ഇപ്പം ഇതിലൊന്നും പെടേണ്ട കാര്യമില്ലാത്ത ആളല്ലേ. എന്തുകൊണ്ടാണ് താങ്കൾ ചോദിച്ചതുപോലെ അല്ലെങ്കിൽ പാനലിസ്റ്റുകൾ ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് നടക്കാത്തത്? അങ്ങനെ നടക്കില്ലെന്നേ. ഇത് ഇവരൊക്കെ പിന്നെ എവിടെയാണ്? IPS എന്ന് പറയുന്ന ഒരു കേരള കേഡർ അല്ലല്ലോ, അത് നമുക്കറിയുമല്ലോ. ഇത് പിന്നെ അഖിലേന്ത്യാ സർവീസിലുള്ളതാണ് IPS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റവും അതിൻ്റെ ഹയറാർക്കിയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനും തീരുമാനമെടുക്കാൻ കഴിയില്ല. അങ്ങനെ തീരുമാനമെടുത്താൽ എന്താ സംഭവിക്കുക? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുണ്ട്, അവർ നേരെ അങ്ങോട്ടേ പോകൂ. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ UDF സർക്കാരിന് തിരിച്ചടി, പ്രധാന തിരിച്ചടി എന്ന് പറഞ്ഞായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ് പിന്നെ വരുന്നത്. ഇതറിയാവുന്ന ആളാണ് സീസൺഡ് പൊളിറ്റീഷ്യനായ രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ അപ്രധാന പദവിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ്. അന്നത്തെ സർക്കാരിനോട് സംസാരിച്ചിരുന്നത് അപ്രധാന പദവിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ. അതെ, അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഉറപ്പിച്ച് വിചാരിക്കുന്നത് ഇനി വരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലം
ഏറ്റവും ടഫ് ടൈംസ് ആയിരിക്കും അജിത് കുമാറിനെ സംബന്ധിച്ച് സർവീസിനുണ്ടാവുക. എപ്പോഴും നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി അദ്ദേഹത്തിന് ഏറ്റുമുട്ടേണ്ടി വരും. അത് ഗവൺമെൻറ്റിനും അറിയാതെ അജിത് കുമാറിനും അത് അറിയാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അറിയാൻ വയ്യാത്ത കൊച്ചു മന്ദബുദ്ധിയൊന്നും അല്ലല്ലോ, ബുദ്ധിമാന്ദ്യമുള്ള ആളൊന്നും അല്ലല്ലോ ഈ അജിത് കുമാറും ബന്ധപ്പെട്ട UDF മിനിസ്ട്രിയിലുള്ള ആൾക്കാരും ഒന്നും. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇതിനെല്ലാം കൃത്യമായ വ്യവസ്ഥകളോടുകൂടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ആ വ്യവസ്ഥകളോടുകൂടി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടുന്നത് പൊളിറ്റിക്കലായിട്ടായിരിക്കും തിരിച്ചടി വരുന്നത്. വന്നാൽ അത് കേരളത്തിലെ മീഡിയ ആഘോഷിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാത്തത്. പിന്നെ ഈ ഏറ്റവും കൂടുതൽ അന്ന് ഗർജനം മുഴക്കിയത് ആരായിരുന്നു? സാക്ഷാൽ PV അൻവർ ആയിരുന്നില്ലേ? എവിടെയാണ് അദ്ദേഹം ഇന്ന്? അദ്ദേഹത്തിൻ്റെ പിന്നെ വോയിസ് റെസ്റ്റിലാണോ അതോ നാവ് ഇറങ്ങിപ്പോയോ? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരക്കാരൊക്കെയാണല്ലോ അന്ന് വലിയ ഗർജനം നടത്തിക്കൊണ്ടിരുന്നത്. അത്തരക്കാരുടെ ഗർജനത്തിന് ഇന്ന് എന്ത് പറ്റി എന്നുള്ളതാണ് പിന്നെ പ്രധാനമായിട്ട് വരുന്ന ഒരു സംശയം. ചോദ്യമൊന്നുമില്ല, എനിക്ക് അൻവറിനോട് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. സംശയം അതാണ്, എന്താണ്? അപ്പോൾ ഇതെല്ലാം പർപ്പസ്ഫുള്ളി ആയിരുന്നു എന്നുള്ളത് ഒരു പക്ഷം, ഒരു ഭാഗം അങ്ങനെയും വ്യാഖ്യാനിക്കാൻ കഴിയും. ഇത് പർപ്പസ്ഫുള്ളി ആയിരുന്നു പല കാര്യങ്ങളും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആലപ്പുഴയിലെ കാര്യം പറഞ്ഞു. ആലപ്പുഴയിലെ കാര്യത്തിൽ ഇപ്പം നടപടി എന്നായിരുന്നല്ലോ എല്ലാ ദിവസവും ബ്രേക്കിംഗ് ന്യൂസ്. അവസാനം കോടതി എന്താ ചെയ്തത്? കോടതി ചെയ്തപ്പോൾ അവർക്ക് ജാമ്യം കൊടുത്തേ, ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. എന്നിട്ട് അപ്പോൾ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഇരിക്കുന്ന വിഷയമാണിത് എന്നുള്ളതാണ് സുപ്രധാനപ്പെട്ട വിഷയം. ആ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഇരിക്കുന്ന വിഷയത്തിൽ വളരെ പിന്നെ ജാഗ്രതയോടുകൂടിയേ ഏത് ഭരണാധികാരിയും ഏത് ഗവൺമെൻറ്റും ഇടപെടും. അതേ ഉള്ളൂ ഇതിനകത്ത് മിനിമം ലോജിക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് ലോജിക്കൊന്നും കാണേണ്ട കാര്യമില്ല. ഇവർ RSSനെ പേടിക്കുന്നു, അങ്ങനെ പേടിച്ചൊന്നും ഇക്കാര്യത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. ഒരു അജിത് കുമാറിനെ കൈകാര്യം ചെയ്യുന്നതിന് RSSനെ പേടിക്കേണ്ടതോ RSSനെ സ്നേഹിക്കുന്നതിൻ്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. പക്ഷെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല പോലൊരാൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൃത്തിക്ക് അദ്ദേഹം ചെയ്യൂ. അദ്ദേഹത്തിൻ്റെ വൃത്തി എന്ന് പറയുന്നത് പിന്നെ സ്വന്തം കൈ പരിക്കേൽക്കാതെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വൃത്തി. ആ വൃത്തി അനുസരിച്ച് അദ്ദേഹം കാര്യങ്ങൾ നീക്കൂ. അതാർക്കാണ് അറിയാത്തത്?